ഒരു കടലിന്റെ തീരത്തുള്ള തെങ്ങിൻതോപ്പുകളും മണൽക്കാടും നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു മത്സ്യത്തൊഴിലാളി ജീവിച്ചിരുന്നു. അവന്റെ ജീവിതം കടലിനോളം തന്നെ ലളിതവും കടൽക്കാറ്റുപോലെ തന്നെ ശാന്തവുമായിരുന്നു. തലമുറകളായി മത്സ്യബന്ധനം ഉപജീവനമാക്കിയ ഒരു കുടുംബത്തിൽ നിന്നാണ് രാമു വന്നത്. എല്ലാ ദിവസവും അതിരാവിലെ പുലർക്കാല വെളിച്ചം പരക്കും മുമ്പേ അവൻ തന്റെ കൊച്ചുവള്ളവും വലകളുമെടുത്ത് കടലിലേക്ക് പോകും. അസ്തമയ സൂര്യൻ ചക്രവാളത്തിൽ ചുവപ്പ് നിറം ചാർത്തുമ്പോൾ അവൻ ആവശ്യത്തിന് മീനുമായി സന്തോഷത്തോടെ തിരികെ വരും. പിടിച്ച മീൻ ഗ്രാമത്തിലെ അങ്ങാടിയിൽ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് അവൻ തന്റെ ഭാര്യയെയും മക്കളെയും അടങ്ങുന്ന കൊച്ചു കുടുംബത്തെ പോറ്റി. രാമുവിന് വലിയ ധനമൊന്നുമുണ്ടായിരുന്നില്ല. അവന്റെ വീട് ഓലമേഞ്ഞതായിരുന്നു. അവന്റെ വസ്ത്രങ്ങൾ പഴകിയതായിരുന്നു. എന്നാൽ അവൻ വളരെ സംതൃപ്തനും പ്രപഞ്ചത്തോട് മുഴുവൻ കൃതജ്ഞതയുള്ളവനും ദൈവാനുഗ്രഹത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവനുമായിരുന്നു. അവന്റെ മുഖത്ത് എപ്പോഴും ഒരു നേരിയ പുഞ്ചിരിയുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ ഒരുതരം സമാധാനം തിളങ്ങി. എനിക്കുള്ളത് ധാരാളമാണ്, ഈ ജീവിതം വലിയൊരനുഗ്രഹമാണ്, അവൻ പറയുമായിരുന്നു. ഈ അനന്തമായ കടലും എനിക്ക് മീൻ പിടിക്കാൻ സഹായിക്കുന്ന എന്റെ വള്ളവും എന്റെ സ്നേഹമുള്ള കുടുംബവും ഇതെല്ലാം എനിക്ക് കിട്ടിയ വലിയ സമ്മാനങ്ങളാണ്. ഒരു സുപ്രഭാതത്തിൽ നഗരത്തിൽ നിന്ന് വളരെ വലിയൊരു വ്യാപാരി കൃഷ്ണദാസ് ആ ഗ്രാമത്തിലെത്തി. കൃഷ്ണദാസ് വളരെ ധനികനായിരുന്നു. വലിയ കമ്പനികളുടെ ഉടമ, ആഡംബര ജീവിതം നയിക്കുന്നവൻ. എന്നാൽ അവന്റെ മനസ്സ് എപ്പോഴും പുതിയ ബിസിനസ് സാധ്യതകളെക്കുറിച്ചും കൂടുതൽ പണം എങ്ങനെ സമ്പാദിക്കാമെന്നതിനെക്കുറിച്ചുമുള്ള ചിന്തകളാൽ നിറഞ്ഞിരുന്നു. വിശ്രമമെന്നത് അവന്റെ നിഘണ്ടുവിലില്ലായിരുന്നു. ഗ്രാമത്തിലെ മത്സ്യബന്ധന സാധ്യതകൾ പഠിക്കാൻ വന്നതായിരുന്നു അയാൾ. രാവിലെ കടൽത്തീരത്തുകൂടെ നടക്കുമ്പോൾ കൃഷ്ണദാസ് രാമുവിനെ കണ്ടു. രാമു അപ്പോൾ അന്നത്തെ ജോലി മതിയാക്കി തന്റെ വള്ളം വൃത്തിയാക്കി കരയ്ക്ക് കെട്ടിയിട്ട് കടൽക്കാറ്റേറ്റ് സന്തോഷത്തോടെ ഒരു നാടൻ പാട്ടുപാടുകയായിരുന്നു. കൃഷ്ണദാസിന് അത്ഭുതവും ഒപ്പം ദേഷ്യവും തോന്നി. ഈ മനുഷ്യൻ എന്തിനാണ് ഇത്ര നേരത്തെ ജോലി നിർത്തി പാട്ടുപാടുന്നത്? അയാൾ ചിന്തിച്ചു. ഹേയ്, താൻ എന്താണെന്ന് ഇത്ര നേരത്തെ ജോലി നിർത്തിയത്? അയാൾ പുച്ഛത്തോടെ രാമുവിനോട് ചോദിച്ചു. സൂര്യൻ ഇപ്പോഴേ അസ്തമിച്ചിട്ടില്ലല്ലോ. രാമു പുഞ്ചിരിച്ചു. അവന്റെ പുഞ്ചിരിയിൽ ഒരുതരം ശാന്തതയുണ്ടായിരുന്നു. ഓ സാർ, എനിക്കിന്ന് അത്യാവശ്യം മീൻ കിട്ടി. എന്റെ കുടുംബത്തിന് ഇന്നത്തെ ആവശ്യങ്ങൾക്കുള്ള പണം കിട്ടി. പിന്നെന്തിനാണ് ഞാൻ കൂടുതൽ കഷ്ടപ്പെടുന്നത്? കൃഷ്ണദാസിന് രാമുവിന്റെ ഈ മനോഭാവം മനസ്സിലായില്ല. തന്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് കൂടുതൽ മീൻ പിടിച്ചുകൂടായിരുന്നോ? കൂടുതൽ സമയം കടലിൽ പോയാൽ കൂടുതൽ മീൻ കിട്ടുമല്ലോ, അതോടെ കൂടുതൽ പണവും. അയാളുടെ ശബ്ദത്തിൽ ആർത്തിയുടെ ധ്വനിയുണ്ടായിരുന്നു. രാമു ശാന്തനായി കടലിലേക്ക് നോക്കി ദീർഘമായി നിശ്വസിച്ചു. കൂടുതൽ പണം കിട്ടിയിട്ട് എനിക്കെന്താണ് സാർ? എനിക്കിപ്പോൾ ആവശ്യമുള്ളതെല്ലാമുണ്ട്. എന്തിനാണ് ഞാൻ അനാവശ്യമായി കൂടുതൽ കഷ്ടപ്പെടുന്നത്? കൂടുതൽ മീൻ പിടിക്കാൻ പോയാൽ എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയില്ല. എന്റെ കുട്ടികളോടൊപ്പം കടൽത്തീരത്ത് കളിക്കാൻ കഴിയില്ല. എന്റെ ഭാര്യയോടൊപ്പം നിലാവെളിച്ചത്തിൽ സംസാരിക്കാൻ കഴിയില്ല. സന്ധ്യയ്ക്ക് ഈ കടലിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല. പ്രഭാതത്തിൽ സൂര്യോദയം കാണാൻ കഴിയില്ല. ഈ ശാന്തമായ ജീവിതമാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ എന്റെ ജീവിതം ആസ്വദിക്കുകയാണ്. രാമുവിന്റെ നിഷ്കളങ്കമായ മറുപടി കേട്ട് കൃഷ്ണദാസിന് ദേഷ്യം വന്നു. ഒരു മണ്ടൻ മത്സ്യത്തൊഴിലാളി, അയാൾ മനസ്സിൽ വിചാരിച്ചു. ഓ വിഡ്ഢി, നിനക്കൊന്നും ഒരു വിവരവുമില്ല. അയാൾ രാമുവിനെ കുറ്റപ്പെടുത്തി. നീ കൂടുതൽ സമയം മീൻ പിടിക്കാൻ പോയാൽ കൂടുതൽ പണമുണ്ടാക്കാം. ആ പണം കൊണ്ട് വലിയ വള്ളം വാങ്ങാം, അത്യാധുനിക വലകൾ വാങ്ങാം. അപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് ഒരുപാട് മീൻ പിടിക്കാൻ കഴിയും. പിന്നീട് കൂടുതൽ പണമുണ്ടാക്കി വേറെ വള്ളങ്ങൾ വാങ്ങാം, ധാരാളം ജോലിക്കാരെ വെക്കാം, ഒരു വലിയ മത്സ്യബന്ധന കമ്പനി തുടങ്ങാം. അപ്പോൾ നീ ധനികനാകും. ഒരുപാട് പണമുണ്ടാക്കി നിനക്ക് നഗരത്തിൽ വലിയ വീട് വെക്കാം, വില കൂടിയ കാറുകൾ വാങ്ങാം, ലോകം ചുറ്റിക്കറങ്ങാം, ആഡംബര ജീവിതം നയിക്കാം, ജീവിതം മുഴുവൻ ആസ്വദിക്കാം. രാമു ക്ഷമയോടെ കൃഷ്ണദാസിന്റെ വാക്കുകൾ കേട്ടു. അയാളുടെ വാക്കുകളിലെ ആവേശം രാമുവിനെ ചിരിപ്പിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ശാന്തമായി ചോദിച്ചു, എന്തിനാണ് സാർ എനിക്ക് വലിയ കമ്പനിയും വലിയ വീടും
കാറുകളും. എന്നിട്ട് ഞാൻ എന്തു ചെയ്യും? കൃഷ്ണദാസ് രാമുവിന്റെ ചോദ്യം കേട്ട് അത്ഭുതപ്പെട്ടു. ഒരു നിമിഷം അയാൾക്ക് മറുപടി കിട്ടിയില്ല. എന്നിട്ട് നിനക്കിഷ്ടമുള്ളപ്പോൾ വിശ്രമിക്കാം, ജീവിതം ആസ്വദിക്കാം. രാവിലെ കടലിൽ പോകേണ്ട, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കാം. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാം, സുഹൃത്തുക്കളോടൊപ്പം തമാശകൾ പറയാം. രാമുവിന്റെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ ഒരുതരം ദയയുണ്ടായിരുന്നു. സാർ, നിങ്ങളിപ്പോൾ പറയുന്ന ആ ജീവിതമല്ലേ ഞാൻ ഇപ്പോൾ തന്നെ ജീവിക്കുന്നത്? രാമു ചോദിച്ചു. എനിക്കിപ്പോൾ തന്നെ എന്റെ കുടുംബത്തോടൊപ്പം ഇഷ്ടം പോലെ സമയം ചെലവഴിക്കാം, എന്റെ കുട്ടികളോടൊപ്പം കളിക്കാം, ഭാര്യയോടൊപ്പം സംസാരിക്കാം. എനിക്കിഷ്ടമുള്ളപ്പോൾ കടലിൽ പോകാം, ഇഷ്ടമുള്ളപ്പോൾ മടങ്ങിവരാം. എനിക്ക് വേണ്ടതെല്ലാം ഇപ്പോഴുണ്ട്. എന്റെ മനസ്സ് ഇപ്പോൾ തന്നെ സംതൃപ്തമാണ്. പിന്നെ എന്തിനാണ് ഈ വലിയ സമ്പാദ്യവും അതിന്റെ പിന്നാലെയുള്ള അനാവശ്യ ഓട്ടവും? ഞാൻ ഇപ്പോൾ തന്നെ സന്തോഷവാനാണ്, സമാധാനമുള്ളവനാണ്. കൃഷ്ണദാസ് രാമുവിന്റെ വാക്കുകൾ കേട്ട് സ്തംഭിച്ചുപോയി. രാമുവിന്റെ ലളിതമായ ചോദ്യം ഒരു കൊടുങ്കാറ്റുപോലെ അവന്റെ ഉള്ളിൽ ആഞ്ഞടിച്ചു. അയാൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. തനിക്ക് വലിയ സമ്പാദ്യമുണ്ടെങ്കിലും താൻ ഒരിക്കലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാറില്ല. രാവിലെ മുതൽ രാത്രി വരെ പണത്തിനു വേണ്ടി ഓടുകയാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ, സമ്മർദ്ദം, ആധുനിക ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിൽ. താൻ ആഗ്രഹിക്കുന്ന വിശ്രമവും സമാധാനവും ഒരിക്കലും തനിക്ക് ലഭിക്കാറില്ല. ഒരു സാധാരണക്കാരനായ ഈ മത്സ്യത്തൊഴിലാളിക്ക് തനിക്കില്ലാത്ത എന്തു വലിയ സന്തോഷമാണുള്ളതെന്ന് കൃഷ്ണദാസ് മനസ്സിലാക്കി. താൻ എന്തിനുവേണ്ടിയാണോ ഇത്രയധികം അധ്വാനിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതെല്ലാം ഈ ലളിത ജീവിതം നയിക്കുന്ന രാമുവിന് ഇപ്പോഴേ സ്വന്തമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. രാമുവിന്റെ വാക്കുകൾ കൃഷ്ണദാസിന്റെ മനസ്സിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. പണത്തിനു വേണ്ടിയുള്ള തന്റെ അനാവശ്യമായ ആർത്തി അനാവശ്യമാണെന്ന് അയാൾക്ക് തോന്നി. അയാൾക്ക് ജീവിതത്തിൽ എന്താണ് ശരിക്കും വേണ്ടതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പണത്തേക്കാൾ വലുതാണ് മനസമാധാനവും കുടുംബത്തോടൊപ്പമുള്ള സമയവും ചെറിയ സന്തോഷങ്ങളും. കൃഷ്ണദാസ് രാമുവിന് ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞ് തന്റെ ജീവിതരീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. കഥയുടെ സാരം: സന്തോഷം സമ്പത്തിലല്ല, സംതൃപ്തിയിലാണ്. എത്ര വലിയ ധനമുണ്ടായിട്ടും കാര്യമില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കണ്ടെത്താനും കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ സന്തോഷം ലഭിക്കൂ. കൃതജ്ഞതയും സംതൃപ്തിയുമാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കുക. അനാവശ്യമായ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കുക. ആത്മാർത്ഥമായ സന്തോഷം പുറമേ നിന്നല്ല, ഉള്ളിൽ നിന്നാണ് വരുന്നത്. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്തുക. പണം സമ്പാദിക്കുന്നത് ഒരു ലക്ഷ്യമാകാം, പക്ഷേ അത് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും മേലെയാകരുത്. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതും പ്രകൃതിയോട് ചേർന്ന് സമാധാനപരമായ ജീവിതം നയിക്കുന്നതുമാണ് പലപ്പോഴും ഏറ്റവും വലിയ സമ്പാദ്യം. അമിതമായ ആർത്തി ദുരിതത്തിലേക്ക് നയിക്കും. കൂടുതൽ നേടാനുള്ള ആഗ്രഹം നമ്മളുടെ മനസമാധാനം കെടുത്തി യഥാർത്ഥ സന്തോഷങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും.